അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അമേരിക്കയും തിരിച്ച് അതേ നാണയത്തിൽ മറുപടി നൽകിയിട്ടുള്ളതെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ആ കണക്കുകളിലേക്കാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ നിലവിൽ ചുമത്തുന്നത് 52% നികുതിയാണ്. ഇതിന് മറുപടിയായാണ് 26% പകരം തീരുവ അമേരിക്ക ചുമത്തുന്നത്. ചൈനയുടെ കാര്യത്തിലേക്ക് എത്തിയാൽ 67% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുമ്പോൾ അത് തിരിച്ച് 34% ആക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയും ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈനയ്ക്കാണ് അധികമായി നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ കയറ്റുമതി രംഗത്ത് ചൈനയുമായുള്ള കോമ്പറ്റീഷനിൽ കുറച്ചുകൂടെ മെച്ചമാവും എന്ന് വേണം വിലയിരുത്താൻ. ഇനി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് എത്തിയാൽ അവർ 39% അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നതെങ്കിൽ തിരിച്ച് 20% മാത്രമാണ് നിലവിൽ ട്രംപ് പുതിയ പകരം തീരുവയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 46% നിലവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ജപ്പാൻ ചുമത്തുന്ന നികുതിയെങ്കിൽ തിരിച്ച് ഇപ്പോൾ 24% മാത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യയെക്കാളും 2% കുറവാണ് ജപ്പാന് മേൽ അമേരിക്ക ഇപ്പോൾ ചുമത്തിയിട്ടുള്ള പകരം തീരുവ. ബംഗ്ലാദേശിലേക്ക് വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ഏഷ്യയിൽ നിന്ന് ബംഗ്ലാദേശുമായി ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിൽ ബംഗ്ലാദേശ് നിലവിൽ ചുമത്തുന്നത്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത് 74% നികുതി. ഇപ്പോൾ ബംഗ്ലാദേശിന് പകരം തീരുവയായി അമേരിക്ക ചുമത്തിയിട്ടുള്ളതാകട്ടെ 37%. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശിന് വളരെയധികം കൂടുതലാണ്. ഇനി ശ്രീലങ്കയിലേക്ക് വന്നാൽ ശ്രീലങ്ക നിലവിൽ 88% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതിയായി ചുമത്തുന്നത്. നേരെ മറിച്ച് പകരം തീരുവയായി അമേരിക്ക ചുമത്തുന്നതാകട്ടെ 44%. നേർപകുതിയായാണ് നികുതി ഘടന ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതും ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് നേട്ടമാണ്. കാരണം കാപ്പി ഉൽപ്പന്നങ്ങളൊക്കെ ശ്രീലങ്കയും ഇന്ത്യയും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിലൊക്കെ ഇന്ത്യക്ക് ചെറിയൊരു മാർജിൻ ഗ്രോത്ത് കിട്ടാനും സാധ്യതയുണ്ട്. ഒപ്പം പാകിസ്ഥാൻ ആകട്ടെ 58% നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുമ്പോൾ തിരിച്ച് 29 എന്ന ആ സംഖ്യയിലേക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നികുതിയായി ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെക്കാളും 3% കൂടുതലാണ് പാകിസ്ഥാന് മേൽ നികുതിയായി ചുമത്തപ്പെട്ടുള്ളത്. ഇനി വിയറ്റ്നാമിലേക്ക് വന്നാൽ 90%, വളരെ വലിയ സംഖ്യയാണ്, 90% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിയറ്റ്നാം ചുമത്തുന്ന നികുതി. ഇത് 46%. ഒരുപക്ഷെ ഈ സംഖ്യകളിൽ ഏറ്റവും വലുത് വിയറ്റ്നാമിന് മേൽ ചുമത്തുന്ന നികുതിയാണ്. ഏഷ്യൻ രാജ്യങ്ങളുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള നികുതി അഥവാ പകരം തീരുവ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. ഇത് ഏത് രീതിയിൽ ഇന്ത്യ ഗുണമാക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഏത് രീതിയിൽ ഗുണം കൊണ്ടുവരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.